ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ ക്ലാസ് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ യൂണിറ്റ് ടെസ്റ്റ് ആണ്. നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ്, നമുക്ക് 2 യൂണിറ്റ്സ് ആണല്ലേ എക്സാമിന് വരാൻ പോകുന്ന ക്വാർട്ടർലി എക്സാമിനുള്ളത്. അപ്പോൾ രണ്ടാമത്തെ യൂണിറ്റ്സിൽ യൂണിറ്റ് ടെസ്റ്റ് ആണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ യൂണിറ്റിന്റെ പേരെന്താ? പലഹാര കൊതിയന്മാർ. അപ്പോൾ പലഹാര കൊതിയന്മാരുടെ ഫസ്റ്റ് പാർട്ട്, യൂണിറ്റ് ടെസ്റ്റിന്റെ ഫസ്റ്റ് പാർട്ടിന്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ നിങ്ങൾ അതൊന്ന് കാണുക. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ യൂണിറ്റിന്റെ രണ്ടാമത്തെ യൂണിറ്റ് ടെസ്റ്റ് ആണ് കേട്ടോ. സെക്കൻഡ് യൂണിറ്റ് ടെസ്റ്റ് ആണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് റിവൈസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കാലവർഷത്തിന്റെ എഴുന്നള്ളത്ത്, മൈനയ്ക്കൊരു കത്ത്, മണിച്ചിപ്പ്, ഈ 3 പാഠങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ട് റിവൈസ് ചെയ്യാൻ പോകുന്നത്. മൊത്തം 25 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഫുള്ളായി കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായി കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, നിങ്ങൾ കമന്റ്സ് അറിയിക്കുക. നമ്മുടെ ടോപ്പേഴ്സിന്റെ ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഏതൊക്കെ ചോദ്യങ്ങളാണുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം 1, 5 മാർക്കിന്റെ ചോദ്യമാണ്. മഴവെള്ളത്തിൽ ഒലിച്ചു വരുന്ന പ്ലാസ്റ്റിക് കുപ്പിക്ക് എന്തൊക്കെയാവും നമ്മളോട് പറയാനുണ്ടാവുക? പ്ലാസ്റ്റിക് കുപ്പിയുടെ ആത്മകഥ തയ്യാറാക്കുക. അതായത് ആരുടെ ആത്മകഥയാണ്? മഴത്തുള്ളിയുടെ അല്ല, പ്ലാസ്റ്റിക് കുപ്പിയുടെ ആത്മകഥയാണ് തയ്യാറാക്കേണ്ടത്. കുറച്ച് വലിയ ചോദ്യമാണ് അല്ലേ? അത് സ്വന്തമായിട്ട് എന്ത് ചെയ്യണം? ഉണ്ടാക്കി എഴുതുകയാണ് ചെയ്യേണ്ടത്. അപ്പം എന്തായിരിക്കും പ്ലാസ്റ്റിക് കുപ്പി, എങ്ങനെയായിരിക്കും അവിടെ എത്തിയിട്ടുണ്ടാവുക, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? ആ ആത്മകഥയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. 5 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്തത് പ്രവർത്തനം 2, മലിനീകരണവുമായി ബന്ധപ്പെട്ട 2 പോസ്റ്റ് തയ്യാറാക്കുക. അപ്പൊ നമ്മളിവിടെ ഏത് മലിനീകരണം എന്നാണ് നമ്മൾ പറയുന്നില്ല. വായു മലിനീകരണം ആവാം, അതുപോലെ അല്ലെങ്കിൽ എന്താണ് വെള്ളം മലിനീകരിക്കുമ്പോൾ ബന്ധപ്പെട്ടതാവാം. അപ്പൊ മലിനീകരണവുമായി ബന്ധപ്പെട്ട 2 പോസ്റ്ററാണ് തയ്യാറാക്കേണ്ടത്. 5 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്തത് പ്രവർത്തനം 2. അടുത്ത പ്രവർത്തനം 3. നിങ്ങളുടെ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ സ്കൂളിൽ വെച്ച് അനുമോദിക്കുകയാണ്. അതിനായി ഒരു നോട്ടീസ് തയ്യാറാക്കുക. എന്താ തയ്യാറാക്കേണ്ടത്? നോട്ടീസ്. ആരെയാണ് അനുമോദിക്കുന്നത്? ഹരിതകർമ്മ സേനാംഗങ്ങളെ നിങ്ങളുടെ സ്കൂളിലേക്ക് വിളിച്ച് അനുമോദിക്കുകയാണ്. അപ്പോൾ ഒരു അനുമോദന ചടങ്ങ് നടത്താൻ പോവാണ് സ്കൂളിൽ വെച്ചിട്ട്. അപ്പോൾ എന്ത് ചെയ്യണം? അതിനായിട്ട് ഒരു നോട്ടീസ് തയ്യാറാക്കണം. അപ്പോൾ എന്താ നോട്ടീസ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? ഹെഡിങ് എന്തായാലും കുറച്ച് വലുതായിരിക്കണം അല്ലേ? കുറച്ച് അട്രാക്റ്റീവ് ആയിരിക്കണം. ഹെഡിങ് ഒരു ബോക്സിനകത്ത് വൃത്തിയായിട്ട് എഴുതണം. ഒരുപാട് വാരി വലിച്ച് വിഷയങ്ങളൊന്നും എഴുതരുത്. വളരെ ചുരുക്കി എഴുതുക. എവിടെ വെച്ചാണ് അനുമോദന ചടങ്ങ് നടത്തുന്നത്, എന്താണ് പരിപാടി എന്ന് എഴുതണം. എവിടെ വെച്ചാണ് നടത്തുന്നത്, സമയം എഴുതുക, തീയതി എഴുതുക, ദിവസം എഴുതുക, ആരാണ് നോട്ടീസ് തയ്യാറാക്കിയിരിക്കുന്നതും കൂടെ എഴുതി ചേർക്കുക. ഇത് 5 മാർക്കിന്റെ ചോദ്യമാണ്. ഇതാണ് 3ാമത്തെ പ്രവർത്തനം. 5 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ ആരെയാണ് ഇവിടെ അനുമോദിക്കുന്നത്? ഹരിതകർമ്മ സേനാംഗങ്ങൾ. ആരാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നൊക്കെ നിങ്ങൾക്ക് അറിയണതല്ലേ? ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നതാണ് അല്ലേ? അപ്പൊ അവരെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്കൂളിൽ വെച്ചിട്ട് അനുമോദിക്കുകയാണ്. അനുമോദന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അടുത്തത് 4ാമത്തെ പ്രവർത്തനം, ഹരിതകർമ്മ സേനാംഗങ്ങളോട് എന്തെല്ലാം ചോദിച്ചറിയാം? ഒരു ചോദ്യാവലി തയ്യാറാക്കുക. കുറഞ്ഞത് 5 ചോദ്യങ്ങൾ വേണം. അതായത് ഹരിതകർമ്മ സേനാംഗങ്ങളെ നിങ്ങൾ കണ്ടു, അപ്പൊ അവരോട് നിങ്ങൾ എന്തൊക്കെയായിരിക്കും ചോദിച്ചറിയുക? അപ്പൊ അവരോടുള്ള ഒരു ഇന്റർവ്യൂ പോലെ അവരോട് എന്തൊക്കെയായിരിക്കും നമുക്ക് ചോദിക്കാനുണ്ടാവുക? അങ്ങനെയുള്ള അതിനാവശ്യമായിട്ട് 5 ചോദ്യങ്ങൾ, 5 ചോദ്യാവലിയാണ് ഇവിടെ തയ്യാറാക്കാൻ പറയുന്നത് അല്ലേ? അപ്പൊ കുറഞ്ഞത് 5 ചോദ്യങ്ങളെങ്കിലും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതായത് നിങ്ങളുടെ വീട് എവിടെയാണ്, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, നിങ്ങൾ എന്താണ് ഇന്ന് കഴിച്ചത്, ഇത്തരം ചോദ്യങ്ങളല്ല, അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, 5 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്ത പ്രവർത്തനം എന്താന്ന് നോക്കാം. 5ാമത്തെ പ്രവർത്തനം, ഓരോ വറ്റും പദ്ധതി പോലെ നിങ്ങളുടെ സ്കൂളിൽ എന്തെല്ലാം പദ്ധതികളാണ് ചെയ്യാൻ സാധിക്കുക? കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഓരോ വറ്റും പദ്ധതി പോലെ എന്തൊക്കെ പദ്ധതികളാണ് നമ്മുടെ സ്കൂളിൽ വെച്ച് നടത്താൻ പറ്റുക? അതിനെ കുറിച്ചിട്ട് ഏതെങ്കിലും ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതിനെ കുറിച്ച് എന്ത് ചെയ്യുക? ഒരു കുറിപ്പ് തയ്യാറാക്കുക. അല്ലെങ്കിൽ ഏതൊക്കെ പദ്ധതിയാണെന്ന് ആദ്യം എഴുതുക. ആ പദ്ധതി എങ്ങനെയാണ് നമുക്ക് എന്ത് നടപ്പിലാക്കാൻ പറ്റുക? അതിനെ കുറിച്ച് എന്ത് ചെയ്യുക? ഒരു കുറിപ്പ് തയ്യാറാക്കുക. 5 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ 5ാമത്തെ പ്രവർത്തനം. അപ്പൊ വളരെ ചെറിയ ക്ലാസ് ആണ് ഇന്നത്തെ. വെറും 5 പ്രവർത്തനങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്ത് നോക്കുക. ക്ലാസ് ചെറുതാണ്, പക്ഷെ ഉത്തരങ്ങളെല്ലാം കുറച്ച് വലിയ വലിയ ഉത്തരങ്ങളാണ് വരുന്നത്. അപ്പൊ എല്ലാം തന്നെ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.